നനവുണ്ടെങ്കിൽ ഈ നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണ് ചേർക്കണം എന്നൊക്കെ പറയും. ഈ നായ ഉണ്ടല്ലോ, ഈ നായക്ക് ഖുർആന്റെ ഹിഫ്ള് പോട്ടെ, തഫ്സീറും മിഷ്കാത്തും ഒക്കെ പോട്ടെ, നമുക്കുള്ള സാധാ അറിവ് നമ്മളെ നായിക്ക് കൊടുത്താൽ ആ നായന്റെ സ്ഥാനം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യസ്അലൂനക മാദാ ഉഹില്ല ലഹും ഖുൽ ഉഹില്ല ലകുമുത് ത്വയ്യിബാത് വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീന തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അറിവ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നൈപുണ്യവും മികവുമുണ്ടല്ലോ, അറിവും നിങ്ങൾക്ക് അല്ലാഹു നൽകിയ പരിശീലനങ്ങളും തന്ത്രങ്ങളും നിങ്ങൾ നായക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ആ നായ കടിച്ചു കൊണ്ടുവന്ന മൃഗം ചത്താലും നിങ്ങൾക്ക് തിന്നാം. എങ്ങനെ? സാധാ ഒരു നായ ഒരു കോഴിനെ കടിച്ചാണ്ട് കൊന്ന് ആ കോഴി ശബ തിന്നാൻ പറ്റൂല. സാധാ ഒരു നായ ആടും കൂട്ടിനെ കടിച്ചാണ്ട് കൊന്ന് ആടിനെ തിന്നാൻ പറ്റൂല. എന്നാൽ ആ നായക്ക് നമ്മൾ അറിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഖുർആൻ പറയാ സൂറത്ത് മായിദയാണിത്, തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അറിവും ബുദ്ധിയും തൻ്റെ ഇടവും യുക്തിയും ചിന്തയും നിങ്ങൾക്കുള്ള തന്ത്രങ്ങളും ആ നായനെ നിങ്ങൾ പരിശീലിപ്പിച്ചു വേട്ടനായാക്കിയിട്ടുണ്ടെങ്കിൽ, വേട്ടനായാക്കിയാൽ വേട്ടനായെയും കൊണ്ട് നിങ്ങൾ കാട്ടിലേക്ക് ചെന്നാൽ ഒരു മുയലിനെയോ മാൻപേടയെയോ നിങ്ങളാ വേട്ടനായക്ക് കാണിച്ചു കൊടുത്താൽ വേട്ടനായ ഓടിച്ചെന്നുകൊണ്ട് ആ മാൻപേടയെയോ മുയലിനെയോ കടിച്ചുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടുമ്പോ ആ മൃഗം ചത്തുപോയാലും നിങ്ങൾക്കതിനെ തിന്നാം. എത്ര വ്യത്യാസം! ആ വേട്ടനായക്ക് എനിക്ക് അല്ലാഹു നൽകിയ അറിവ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ ചാടണം, എങ്ങനെ ഓടണം, എങ്ങനെ പിടിക്കണം, എങ്ങനെ മൃഗത്തെ വേട്ടയാടണമെന്ന സാധാ അറിവ് ഞാൻ ആ നായക്ക് പരിശീലിപ്പിച്ചു കൊടുത്താൽ ആ നായനെയുമായി ഞാൻ വേട്ടക്ക് കാട്ടിലേക്ക് ചെന്നാൽ തിന്നാൻ പറ്റിയ വല്ല മൃഗത്തിനെയും ഈ വേട്ടനായക്ക് ഞാൻ കാണിച്ചു കൊടുത്താൽ വേട്ടനായ മൃഗത്തിൻ്റെ മേൽ ചാടി വീഴുകയും അതിനെ കടിച്ച് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിടുകയും ചെയ്തു. അപ്പോഴാ മാൻപേട ചത്തുപോയി. എന്നാലും നിങ്ങൾക്ക് ആ മാൻപേടയെ തിന്നാം. ഫകുലൂ മിമ്മാ അംസക്നാ അലൈക്കും, നിങ്ങൾക്കതിനെ തിന്നാം. ജീവൻ പോയ മുയലാണെങ്കിലും ജീവൻ പോയ കൊടിയാണെങ്കിലും ജീവൻ പോയ ആടാണെങ്കിലും നിങ്ങൾക്ക് തിന്നാം. എന്തേ കാരണം എന്നറിയണോ? ഈ നായ സാധാ നായ അല്ല. തുഅല്ലിമൂനഹുന്ന മിമ്മാ അല്ലമകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഇൽമുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ ആ നായക്കും ഇൽമു കൊടുത്തിട്ടുണ്ട്. ഏത് ഇൽമ്? തഫ്സീറും മിഷ്കാത്തിന്റെ ഇൽമൊന്നും അല്ല. കണ്ടോ, സർഫും ഫാര ആ ഇൽമൊന്നുമല്ല. സാധാരണ നമ്മുടെ യുക്തി അതൊക്കെ നായ്ക്ക് കൊടുത്ത് ഇൽമുള്ള നായാണെങ്കിൽ ആ നായ കടിച്ചു കൊണ്ട് വന്നിട്ട് മൃഗം ചത്താലും തിന്നാൻ. സൂറത്ത് മായിദ. അപ്പോൾ ഇൽമിന്റെ മഹത്വം അത്രയാണ്. പിന്നെ ഇപ്പോൾ ഒരു മൂല്യാര മഹത്വം പറയാണ്ടോ? ആകാശഭൂമികളിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകളും ഈ ഭൂമിയിലെ മാളങ്ങളിലുള്ള കോടിക്കണക്കിന് ഉറുമ്പുകളും പൊറുക്കലിനെ തേടുന്നത് അലാ മുഅല്ലിമിന്നാസിൽ ഖൈറാ, ഇൽമു പഠിപ്പിക്കുന്നവർക്കാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടലുകളിലുള്ള മത്സ്യങ്ങളും ആകാശത്തിലൂടെ പറക്കുന്ന പറവകളും ഓരോ മാളങ്ങളിലുള്ള ഈ ജന്തുക്കൾ പോലും അല്ലാഹുവിന്റെ മാലാക്കമാരെ പോലും പൊറുക്കലിനെ തേടുന്നത് ആലിമീങ്ങൾ വേണ്ടിയാണ്. അപ്പം ഇതൊരു മൂല്യരാണ്, മുത്താലിമാണ്, മനുഷ്യനല്ലേ. ദൗർബല്യം ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, തെറ്റ് സംഭവിക്കും. നമ്മൾ പൊങ്കാലിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. കാരണം വേറെ ഒരാളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞില്ല. എല്ലാ മലക്കുകളും ഉറുമ്പുകൾ പോലും പറവുകൾ പോലും എല്ലാ പക്ഷികൾ പോലും മത്സ്യങ്ങൾ പോലും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് എല്ലാ സമയവും പൊറുക്കലിനെ തേടുന്നത് ആലിമീങ്ങൾക്കും മുതഅല്ലിമീങ്ങൾക്കും വേണ്ടിയാണ്. അപ്പം അതിനേക്കാളും വലിയ പവർ അല്ലാഹു നൽകുന്ന വേറൊരു വിഭാഗം ഉണ്ടോ? അതുകൊണ്ട് മോമിനീങ്ങളെ ഈ പറയുന്ന വിഷയം നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കണം. അല്ലാഹുവിന്റെ നബി തങ്ങളോ ഏറ്റവും വലിയ വൈദ്യനായിരുന്നല്ലോ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ,
അറിവ് നൽകാനും അറിവ് പഠിപ്പിക്കാനും മുഅല്ലിമായിട്ടാണ് അല്ലാഹു എന്നെ നിയോഗിച്ചത് എന്നാണ്. ഡോക്ടറായി നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ നിയോഗിക്കപ്പെട്ടത് ഇൽമ് കൊടുക്കുന്നവനായിട്ടാണ്, മുഅല്ലിമായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. അതിനിപ്പോൾ തലയെക്കെട്ടും ജുബ്ബ കെട്ടി അങ്ങ് തന്നെ നടക്കണമെന്നൊന്നുമില്ല ആലിമാകണമെങ്കിൽ. ഇപ്പം ഇന്നലെ എനിക്ക് വയലുണ്ടായിരുന്നു, മിനിയാന്ന് പിന്നെ ഒരു സ്ഥലത്ത് പ്രഭാഷണമുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനാണ് 2 മണിക്കൂർ വയൽ പറഞ്ഞത്. എൻ്റെ പിറ്റേന്ന് വയൽ പറയുന്ന ആൾ ഒരു നാടൻ കാക്കയാണ്. പള്ളി ദിവസം പോയിട്ടില്ല, പക്ഷേ ഖുർആനും ഹദീസൊക്കെ അയാൾക്കറിയാം. പച്ചയായ നാടൻ കാക്കയാണ്. 2-3 മണിക്കൂർ നല്ല ക്ലാസ് എടുക്കും. അയാളെങ്ങനെ പഠിച്ചത്? പള്ളി ദിവസം പോയിട്ടാണോ? അപ്പോൾ ഈ വേഷഭൂഷാദികളല്ല വിഷയം, വേഷങ്ങളിലല്ല വിഷയം. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. വേഷമാണ് ഒരു മൂല്യാതിൻ്റെ അടയാളം എന്നൊക്കെ നല്ലതാണ്. അപ്പോൾ എൻ്റെ വയല് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നാടനായ മനുഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇൽമ് എവിടെ നിന്ന് കിട്ടിയാലും കരസ്ഥമാക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഒരൊറ്റ ചെറിയ സംഭവം പറയാം. അതായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയും ഒരാളോ ഒരു ദിനം സംസാരമാ ഹസറാണ് സമയം വന്നു വഹിയും മിൻ സമാ. തഴവ ഉസ്താദ് മനോഹരമായി പാട്ടിലൂടെ കവിതയിലൂടെ പഠിപ്പിച്ചു തരുന്നൊരു ചരിത്രമുണ്ട്. എല്ലാ ഹദീസിൻ്റെയും തഫ്സീറിൻ്റെയും കിതാബുകളിൽ കാണാം. നബിതങ്ങൾ മദീനത്തെ പള്ളിയിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരനെയുമായി സുഹൃത്തുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമ്മളൊക്കെ അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ടല്ലോ. അള്ളാന്റെ മുത്തുനബിതങ്ങൾ അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ മദീന പള്ളിയുടെ മുറ്റത്ത് തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബിയും ഒരാളോ ഒരു ദിനം സംസാരമാ അസറാണ് സമയം വന്നു വഹിയും മിൻ സമാ. അപ്പൊ ആകാശത്ത് നിന്ന് സമായിൽ നിന്ന് വഹി വരികയാണ്. നബിയെ, നിങ്ങളെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തുണ്ടല്ലോ, ഇന്ന് മഗ്രിബിന് മുമ്പ് മരണപ്പെടും കേട്ടോ. 1 മണിക്കൂർ മാത്രമാണ് അയാൾക്ക് ആയുസുള്ളത് നബിയെ. അസ്ർ നിസ്കാരം കഴിഞ്ഞു, ഇനി മഗ്രിബിക്ക് 1 മണിക്കൂർ സമയമേ ഉള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോ ഇന്നത്തെ മഗ്രിബാകുമ്പോ ഇയാൾ മരണപ്പെടും നബിയേ. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ നബിതങ്ങളാകെ ബേജാറായി. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ, ഒരു തലവേദന ജലദോഷം പനിയൊന്നും ഇല്ലാത്ത ആരോഗ്യയുടെ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഹി കിട്ടി ഈ മനുഷ്യൻ മഗ്രിബാവും മരിക്കുന്നു. നബിതങ്ങൾ എന്ത് ചെയ്തു? മറച്ചേക്കാൻ പറ്റൂലല്ലോ, അയാൾക്ക് ഒരുങ്ങണ്ടേ. നബിതങ്ങൾ ആ വിവരം ആ മനുഷ്യന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. എടാ, നീ ബേജാറാകണ്ട, നിന്നെക്കുറിച്ച് എനിക്ക് വഹി കിട്ടിയിട്ടുണ്ട്. ഇന്ന് മഗ്രിബാകുമ്പോഴേക്ക് നീ മരണപ്പെടും കേട്ടോ. 1 മണിക്കൂർ മാത്രമേ നിനക്കായുസുള്ളൂ. നീ മരിക്കുകയാണ് ഇന്ന് മഗ്രിബിന് മുമ്പ്. നിന്റെ റൂഹ് വേർപിരിയും മോനെ. വിവരം ക്ഷണം നബിയും അയാളോടോതലായി സുബ്ഹാന റബ്ബി കേട്ടയാൾ വിറക്കുന്നതായി. ഇത് കേട്ടപ്പോൾ അയാൾ ഇങ്ങനെ പറവറച്ചു. ആരെ വറക്കാതിരിക്കുക? ഒന്ന് ആശുപത്രി പോയി, മിംസിലോ ബേബിയിലൊക്കെ പോയി ബയോപ്സി കൊടുത്ത് ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണ്, 4th സ്റ്റേജ് എത്തി എന്ന് പറഞ്ഞാൽ ഇനി 6 മാസം ജീവിക്കും എന്ന് പറഞ്ഞാൽ ബേജാറല്ലേ? ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് മരിക്കുന്ന എങ്ങനെയാ മനുഷ്യൻ പേടിക്കാതിരിക്കും? അയാൾ പേടിച്ചിങ്ങനെ പറക്കുകയാണ്. പക്ഷേ നബി തങ്ങളാണ് പറയുന്നത്, സംശയമില്ല, സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ. ഒന്നൊരുങ്ങാനും തയ്യാറാകാനും കേവലം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അള്ളാന്റെ മുത്തുനബി തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഏറ്റവും യോജിച്ചതേതാണ് അമൽ, ഉണർത്തേണമേ എന്നോട് നബിയെ വേഗമിൽ. നബിയെ, ഞാൻ മഗ്രിബാകുമ്പോഴേക്ക് മരണപ്പെടുമെങ്കിൽ ഏറ്റവും തോന കൂലി കിട്ടുന്ന സ്വർഗം ലഭിക്കുന്ന അമലൊന്ന് പറഞ്ഞു തരണേ നബിയേ. ഒന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോ നബിതങ്ങൾ പറയുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്. നബിതങ്ങൾ തിരു മുസ്തഫ പറയുന്നയാളോടന്ന് ഇൽമാണ് വേണ്ടത്, അത് പഠിക്കുക ചെന്ന്. ഇവിടെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ കാണുമ്പോ, നിങ്ങൾ പള്ളി ദർസിൽ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, ഹാഫിളീങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തുമ്പോ കേൾക്കണേ, 1 മണിക്കൂർ കഴിഞ്ഞ് മരിക്കാൻ പോകുന്ന
സ്വഹാബി നബി തങ്ങളോട്, നബിയെ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മയ്യത്താവുകയാണ്, 1 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സ്വർഗത്തിലേക്ക് എത്തുന്ന അമലെന്ന് പറയണേ നബിയേ എന്ന് പറഞ്ഞ് കെഞ്ചിക്കരയുമ്പോ തിരുമുസ്തഫ പറയുന്നയാളോടന്ന് ഇൽമാണ് വേണ്ടത്, അത് പഠിക്കുക ചെന്ന്. 1 മണിക്കൂർ കഴിഞ്ഞ് മരിക്കാൻ പോകുന്നവനോട് എടാ നീ ഇൽമ പഠിച്ചോ, എന്തെങ്കിലും പഠിച്ചോ? ഉടൻ തന്നെയാൽ മുത്തഅല്ലിമായി തീരുന്നതായി ശംസസ്തമിക്കും മുമ്പ് മൗത്തും വന്നുപോയി. ഉടൻ തന്നെയാൽ മുത്തഅല്ലിമായി തീരുന്നതായി ശംസസ്തമിക്കും മുമ്പ് മൗത്തും വന്നുപോയി. 1 മണിക്കൂർ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഒരുപാട് അറിവുകൾ പഠിക്കുന്നു. ആ പഠിച്ച അറിവുകളനുസരിച്ച് പ്രവർത്തിക്കാൻ പോലും സമയമില്ല, ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ സമയമില്ലല്ലോ. എന്നാലും ഇൽമുകൾ പഠിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് അറിവിനെ പഠിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചോ എന്നല്ല പറയുന്നത്, ഇന്നാരനെ ദിക്ർ ചൊല്ലിക്കോ എന്നല്ല പറയുന്നത്, ഖുർആൻ ഓതിക്കോ എന്നല്ല പറയുന്നത്, പള്ളിയിൽ കയറി ഇഅ്തികാഫിരുന്നോ എന്നല്ല പറയുന്നത്, നീ സദഖ നൽകിക്കോ എന്നല്ല പറയുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് മരിക്കും മോനെ, എന്തെങ്കിലും പഠിച്ചോ? 1 മണിക്കൂർ കൊണ്ട് പഠിക്കുകയും 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ശംസസ്തമിക്കും മുമ്പ് മൗത്തും വന്നുപോയി. മഗ്‌രിബാകുമ്പോഴേക്കാൾ അങ്ങ് മരണപ്പെട്ടു. ഈ ചരിത്രം പോലെ തഫ്സീർ റാസിയിൽ കാണാം ഈ ചരിത്രം.